CPM നേതാക്കൾ നേതൃത്വം വഹിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ശബരിമലയിലേതുപോലുള്ള സ്വർണ്ണ കവർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ CPMന്റെ ഇരട്ടത്താപ്പാണ് പുറത്തു നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിൽ നടത്തുന്ന സംസ്ഥാനതല ജാഥയുടെ ഉദ്ഘാടനം തൃത്താലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. CPMന്റെ MLAമാരായിരുന്ന ഐഷ പോറ്റിയും മത്തായി ചാക്കോയും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. ഇപ്പോൾ വിശ്വാസവുമായി CPM ഇറങ്ങി തിരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഈ സ്വർണത്തിന്റെ താരപകാല ശില്പം അത് കൊണ്ടുപോയിട്ട് അതിന് തുല്യമായ ചെമ്പിന്റെ ഒന്നുണ്ടാക്കണം. സ്വർണത്തിന്റെ അടിച്ചു മാറ്റി. അപ്പൊ തന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം വേറാക്ക് കൊടുത്തിട്ട് കോടീശ്വരന്മാർക്ക് കൊടുത്തിട്ട് പകരം കൊണ്ടുവയ്ക്കാൻ, ആളുകളെ കളിപ്പിക്കാൻ, വിശ്വാസികളെ കളിപ്പിക്കാൻ, ശബരിമല അയ്യപ്പ ദർശനത്തിന് പോകുന്ന ശരണം വിളികളുമായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിക്കാൻ വേറൊരു ദ്വാരപാലക ശില്പം വരണം. അത് ചെമ്പുകൊണ്ടുണ്ടാക്കിയതാണ്. അതുണ്ടാക്കുന്ന സമയമെടുത്തു. കാരണം ഇതേ മോഡലിൽ വേണമല്ലോ. അത് കാണിച്ചു കൊടുത്ത് ഇതേ മോഡലിൽ വേറൊരെണ്ണം ഉണ്ടാക്കി ഇത് മുതലാളിമാർക്ക്, പണക്കാർക്ക്, കോടീശ്വരന്മാർക്ക് വിറ്റ് ചെമ്പ് അവിടെ കൊണ്ടുവച്ചു. CPMന്റെ MLA ആയിഷ പോറ്റി അവർ MLA ആയതിനു ശേഷം അവര് നിയമസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അവർക്ക് പാർട്ടി അവരുടെ മേലിൽ ശിക്ഷാ നടപടി സ്വീകരിച്ചു, അവരെ താക്കീത് ചെയ്തു. പിണറായി വിജയന്റെ മകന് സമൻസ് അയച്ചു ED. ആ സമൻസ് മുക്കി എന്ന് പറയുന്നു. അതിന്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചു വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ്? എന്റെ മകൻ ഒരു കുഴപ്പക്കാരനുമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോരാ. എന്നാൽ ഈ നോട്ടീസ് കിട്ടിയോ? ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ, സ്വത്ത് വിവരം, കുടുംബത്തിലെ സ്വത്ത് വിവരം, ഈ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ ഹാജരാക്കിയെന്ന് പൊതുജനങ്ങളുടെ മുൻപിൽ പറയാൻ ഇനിയെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഇല്ലെങ്കിൽ, അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? ഉത്തരം പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം. വിശ്വാസികൾക്കായി പോരാട്ടം നടത്തുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണെന്ന് ലോക്സഭാ കോൺഗ്രസ് ചീഫ് കൊടിക്കുന്നിൽ സുരേഷ് MP അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃത്താല മുതൽ പത്തനംതിട്ടയിലെ പന്തളം വരെയാണ് കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന ജാഥ നടത്തുക. കാസർഗോഡ് നിന്നും K. മുരളീധരന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജാഥയും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. TN പ്രതാപൻ, VT ബൽറാം, CP മുഹമ്മദ്, CV ബാലചന്ദ്രൻ, C. ചന്ദ്രൻ, PV രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. BJPയും CPMും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് കൊടിക്കുന്നിൽ കുറ്റപ്പെടുത്തി. അന്തർധാരയുണ്ടെന്ന് തെളിവാണ് മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് അയച്ചത്, പിന്നീട് പിൻവലിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. BJP യുവതി പ്രവേശന വിഷയത്തിൽ നടത്തിയ സമരങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതിന് കാരണം വ്യക്തമാണെന്നും സുരേഷ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.